ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഡെലിവറി എടുത്തു കഴിയുമ്പോൾ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്ന പ്രൈസ് നമ്മൾ ബൈ ചെയ്തേക്കാളും കൂടുതലാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ HLV ഹോട്ടൽ ലീല ഞാൻ ബൈ ചെയ്ത പ്രൈസ് 11.70 ആണ്. പക്ഷെ ഇവിടെ കാണിക്കുന്നത് 11.71 ആണ്. ഏകദേശം ഒരു പൈസ അവരൊരു ക്വാണ്ടിറ്റിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡെലിവറി എടുക്കുമ്പോൾ കൂടെ കുറേ അഡീഷണൽ ചാർജസ് വരുന്നുണ്ട്. അതായത് STT ചാർജും പിന്നെ ടാക്സും സെബിയുടെ ചാർജും എല്ലാം വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 5000 രൂപയ്ക്ക് 5 രൂപ എന്ന രീതിയിൽ കൂട്ടുക. 0.05% ഏകദേശം വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അദ്ദേഹം കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ആ എമൗണ്ടും കൂടെ നമ്മുടെ ആവറേജ് വാല്യൂവിലേക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ മൊത്തം മുടക്കിയ കാശ്, അതായത് ബൈ ചെയ്യാൻ മുടക്കിയതും ബാക്കി ചാർജസും കൂടി ടോട്ടൽ എമൗണ്ട് ഇതിനു വേണ്ടി ഈ ട്രേഡിന് വേണ്ടി മുടക്കിയത് അത് നമ്മൾ ആവറേജ് വാല്യൂ കാണിക്കുന്നു. ഇങ്ങനെ കാണിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. മേടിച്ച പ്രൈസ് ഈ കേസിലാണെങ്കിൽ 10.70 മേടിച്ചത്. അപ്പോൾ 10.70 മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഫിഗർ തെറ്റിപ്പോയി. ഓക്കെ, പ്രോഫിറ്റ് ആയിരിക്കും. ശരിക്കും നമുക്ക് പ്രോഫിറ്റ് വന്നെങ്കിൽ നമ്മൾ മുടക്കിയ അതർ ചാർജസിനൂടെ മുകളിലേക്ക് വന്നാലാണ് ആവത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എത്ര വരുന്നൊക്കെ അറിയാൻ വേണ്ടി. നമുക്ക് ആദ്യം കിടക്കുന്ന സ്റ്റോക്ക് വീഗാർഡാണ് കിടക്കുന്നത്. എൻ്റെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ 262 രൂപയാണ് വില. അപ്പോൾ ഒരു 5000 രൂപ ഏകദേശം ഒരു 20 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്ത് നോക്കാം എത്ര വരുന്നറിയാം അഡീഷണൽ ചാർജസ്. ഞാൻ ക്വാണ്ടിറ്റി 20 അടിക്കുവാണ്. വിൻഡോ ക്ലോസ് ആയിപ്പോയി. ക്വാണ്ടിറ്റി 20 അടിക്കുവാണ്. അപ്പോൾ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഇൻട്രാഡേ ആണ്. ഞാൻ ഡെലിവറിയിലേക്ക് സ്വിച്ച് ചെയ്തു. ഏകദേശം 5240 രൂപയുടെയാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കബിൾ ചാർജസ് എത്ര വന്നതെന്ന് അറിയണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കറിയാൻ പറ്റും. ആപ്ലിക്കബിൾ ചാർജസ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. സ്ക്രീൻ ഭയങ്കര സ്ലോ ആയപ്പോൾ. ഓക്കെ, വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ. ഓക്കെ, ബൈ 20 ക്വാണ്ടിറ്റി ഡെലിവറിയിൽ ആപ്ലിക്കബിൾ ചാർജസ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ബ്രോക്കറേജ് 0 ആണ് വന്നേക്കുന്നത്. കുഴപ്പമില്ല. ട്രാൻസാക്ഷൻ ചാർജ് 0.00275%. STT തന്നെ വന്നേക്കുന്നത് 0.1% ഓഫ് ട്രേഡ് വാല്യൂ. അതായത് നമ്മൾ 5000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 0.1% ഓഫ് ആ 5000 രൂപ വരും. അതായത് ഏകദേശം 5 രൂപ. 0.1 എന്ന് പറയുമ്പോൾ 5 രൂപ. അതായത് 100 രൂപയ്ക്ക് 1% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. 500 രൂപയ്ക്കാണെങ്കിൽ 5 രൂപ വരും. അത് 5000 രൂപയ്ക്ക് 1% 50 വരും. 0.1 എന്ന് പറയുമ്പോൾ 5 രൂപ. പിന്നെ അതായത് ബാക്കി എല്ലാ ചാർജസും കൂട്ടി ഓൾ ടു 6.20 ചാർജസ് വരുന്നുണ്ട്. അതായത് 5000 രൂപയ്ക്ക് 6 രൂപ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. ആ 6 രൂപയാണ് ഏകദേശം ഇവർ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത്. അല്ലാതെ ബ്രോക്കർ നമ്മുടെ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുന്ന ചാർജസ് എന്നല്ലാതെ ഇത് ബ്രോക്കർ മറ്റുള്ള ചാർജസ് കൊടുത്തേണ്ട ചാർജിനെ നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കേണ്ട. വൈകുന്നേരം സമയങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഒരു 9 മണിക്കൊക്കെ മുമ്പാണെങ്കിൽ വിളിച്ചാൽ വോയിസ് ഇട്ടാലും മതി. ഞാൻ എപ്പോഴെങ്കിലും അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.